ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. ഇത് ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ മദറിനോൻ്റെ വലിയൊരു ഓഫീസ് ഇവിടെ അടുത്തായിരുന്നു കേട്ടോ. ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു ആൾ. അപ്പോൾ ശ്രേയസും വേദിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. 9 മണിക്കാണ് ഫ്ലൈറ്റ്. പിന്നെ 2 hours മുന്നേ ചെക്ക് ഇൻ ചെയ്യണം. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വേഗം ഇറങ്ങി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും വീൽ ചെയർ സപ്പോർട്ട് വേണം. അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മഴയൊക്കെ പെയ്താൽ റോഡിൽ വെള്ളം നിറഞ്ഞാൽ പിന്നെ ട്രാഫിക് സ്ലോ ആയിരിക്കും, ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് വേഗം ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ടും അച്ഛൻ പറഞ്ഞു നമുക്കൊന്ന് കുട്ടികളെ ഒന്ന് വിധാനസഭ കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡ്രൈവറാണെങ്കിൽ ഓക്കെയും പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ അതൊക്കെ കണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നല്ല സദ്യയൊക്കെ കഴിഞ്ഞ ഉച്ചയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ആ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ആ കല്യാണത്തിന് പോയിട്ടേ ഫുള്ള് അടിപൊളി സദ്യയായിരുന്നു, ഒന്നും പറയാനില്ല. ആ ഫോട്ടോ കഴിക്കുന്ന തിരക്കിൽ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഈ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒപ്പിച്ച് വീഡിയോ എടുക്കുകയാണേ ഞാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ 2 സൈഡിലും 2 കുട്ടികളാണ് ഇരിക്കുന്നത്. ഏറ്റവും ബാക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ 2 സൈഡിലും 2 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇനി എയർപോർട്ടിലേക്ക് എത്താൻ ഏകദേശം ഒരു 1 hourനുള്ളിൽ എത്താമെന്ന് ഡ്രൈവർ പറഞ്ഞു കേട്ടോ. 1 hourൻ്റെ ഉള്ളിലൊക്കെ എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും നമ്മൾ വേഗം എത്തും കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കണം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേഗം പോയിട്ട് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ വേ ടു എയർപോർട്ടാണ്. എയർപോർട്ടിലെത്തി എത്താനായി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കുട്ടികളെ. അതിനിടയ്ക്ക് ഞാൻ ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു കേട്ടോ. എന്നോട് ഇടയ്ക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, മഴ പെയ്യോ ബ്ലോക്ക് ആവുമെന്ന് പറഞ്ഞിട്ട്. അച്ഛനും അമ്മേനും ഒക്കെ കൊണ്ട് പോകുന്നില്ലേ, കുട്ടികളും ഉണ്ട്. അപ്പോൾ ഒരു ടെൻഷൻ അതുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യം അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ വേഗത്തിൽ എയർപോർട്ടിലെത്തി. റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഞങ്ങളുടെ സന്തോഷം എന്തായിരുന്നു വെച്ചാൽ ഈ മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എത്തിയല്ലോ എന്നാണ്. എങ്ങാനും സിറ്റിക്കുള്ളിൽ പെട്ട് പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ. ഈ റോഡൊക്കെ ഭയങ്കര ക്ലീനാണ് കേട്ടോ. ചുറ്റും കുറേ മരങ്ങളും നല്ല ചെടികളും പൂക്കളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഞങ്ങളെ ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല പൂക്കളും. അങ്ങനെ നോക്കി നമ്മൾ എയർപോർട്ട് എത്തിയിട്ടോ. കുട്ടികളുടെയൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് അവരെ 2 ഉണർത്തി. എൻ്റെയും ഒക്കെ ഒരു ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേദ്യ ഭയങ്കര ഹാപ്പിയാണ്, ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഉണർന്നപ്പാടെ ചോദിക്കുന്ന ഫ്ലൈറ്റ് എവിടെയാണെന്നാണ്, എയറോപ്ലെയിൻ എവിടെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ഇറക്കി. നമ്മൾ 4-5 ആൾക്കാർ ഒരു ബഗ്ഗിയിലും പിന്നെ ലഗേജ് ട്രോളിയിലേക്ക് ഇട്ട് 2 ആൾ പുറകെയും വന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുള്ളതുകൊണ്ട് ഞാനും അതിൽ കയറി ഇരുന്നതാണ്. ആക്ച്വലി അത് സീനിയർ സിറ്റിസൺസിന് മാത്രമാണെന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലേക്ക് എത്തിയിട്ടോ. എന്നിട്ട് അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് കയറി 2 ആൾ ചെക്കിൻ ചെയ്യാൻ പോയി. നമ്മുടെ ഈ ലഗേജസൊക്കെ നോക്കണ്ടേ, അതിന് വേണ്ടി 2 ആൾക്കാർ പോയി. അപ്പോൾ ഞാൻ ഈ കുട്ടികളെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ വേദ്യൻ്റെ കുറേ നാളത്തൊരു സ്വപ്നമായിരുന്നു കേട്ടോ ഈ ട്രോളിയിൽ കയറി ഇരിക്കണം എന്നുള്ളത്. അങ്ങനെ അതും കൂടി സാധിച്ചു. ശ്രേയസിനാണെങ്കിൽ അത് കണ്ടിട്ട് സങ്കടം കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ലഗേജസൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഈ ഗേറ്റിൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. ശ്രേയസ് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. അവനിവിടെ എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ സ്നാക്സൊക്കെ വാങ്ങി. എന്തൊക്കെയായാലും സ്നാക്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കിട്ടുന്നത് വില അല്പം കൂടുതലാണ്, പുറത്തേക്കാളും കൂടുതലാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ഈ ഡ്രിങ്ക്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫാൻറ്റ കോളൊക്കെ ഈ പുറത്ത് കിട്ടുന്നേക്കാളും ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. മീൻസ് ആ പണ്ടത്തെ ഒറിജിനൽ ടേസ്റ്റ് എന്നൊക്കെ ഉണ്ടെന്ന് തോന്നിട്ടോ. അതൊക്കെയാണെങ്കിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പാട് തുടങ്ങിയ വിശപ്പാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ്സൊക്കെ കണ്ടിട്ടുള്ള വിശപ്പാണ്. എന്നിട്ട് അതൊക്കെ
കഴിച്ച് കഴിഞ്ഞ ശേഷം അടുത്തത് പിന്നെ എന്തെങ്കിലും കുടിക്കാൻ വേണമെന്നായി. അങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ആദ്യം ഒരു കോളയാണ് കൊണ്ടുവന്നത്. പിന്നെ ഉണ്ട് വേദി എന്നെയും വലിച്ചുകൊണ്ട് വീണ്ടും പോയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാലറ്റ് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആൾ പറയാണ് ഫോൺ എടുത്ത് സ്കാൻ ചെയ്താൽ മതി ഒക്കെ കഴിയുമെന്ന്. അപ്പോൾ ആൾക്കൊക്കെ അറിയാം. അങ്ങനെ ഇതൊക്കെ വാങ്ങി ഇപ്പോൾ പോകാൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ശ്രേയസിനാണെങ്കിൽ അച്ഛൻ്റെ ഫോണിലാണ് ഏത് നേരവും. ആൾക്ക് നല്ല പനി ഉണ്ടായിരുന്നേ. അപ്പോൾ കരയിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോണൊക്കെ കൊടുത്തു. നല്ല സൗകര്യമുണ്ട് കേട്ടോ. മീൻസ് ചാർജിങ് പോയിൻ്റൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും വീൽ ചെയർ സപ്പോർട്ട് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം കയറാൻ പറ്റിയിട്ടോ. ആദ്യത്തെ പാസഞ്ചേഴ്സ് ഞങ്ങൾ തന്നെയായിരുന്നു ഉള്ളിലേക്ക് കയറാനുള്ളത്. അപ്പോൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ ചെറിയ ചെറിയ ബാഗ്സ് മാത്രമേ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ലഗേജസിലേക്ക് ഇട്ടിട്ടോ. അപ്പോൾ ഈ സ്നാക്സ് ഒന്നും നമുക്കിതിൽ കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്റ്റാഫ്സിൻ്റെ പെരുമാറ്റമാണ്. ഈ അച്ഛനും അമ്മയും ഇപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ടിയേ വന്നില്ല, വീൽ ചെയർ നമുക്കൊന്നും ചെയ്യേണ്ടിയേ വന്നില്ല. അവർ 2 സ്റ്റാഫ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആരെങ്കിലും 2 സ്റ്റാഫ് എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ ആദ്യം കയറിയത് നമ്മളായതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാണ്ട് കയറാൻ പറ്റിയിട്ടോ. വലിയ തിരക്ക് ഇല്ലാണ്ട് മീൻസ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ ശേഷമാണ് മറ്റുള്ള ആൾക്കാർ വന്നത്. അപ്പോൾ ശ്രേയസിനും വേദിയൊക്കെ വിൻഡോ സീറ്റായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് 3 വിൻഡോ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 3ാമത്തെ സീറ്റിലേക്ക് ഞാൻ കയറിയിരുന്നു. ഇതിലേക്ക് കയറി ഇരുന്നിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിലായി ശ്രദ്ധ. അപ്പോൾ വേദിയാണെങ്കിൽ ഫോണ് വേണമെന്നായിട്ടോ. ഇനി എവിടെ പോയാലും വേദിക്ക് ഫോണില്ലാണ്ട് പറ്റൂല, അങ്ങനെയാണ് വേദിയ. പക്ഷെ നമ്മൾ കൊടുക്കുകയില്ല. അതെനിക്ക് സീറ്റിൻ്റെ ഇടയിൽ കൂടി ശ്രേയസിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ. First time on an aeroplane, first time inside an airplane. Check it out. പിന്നെ ഈ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തരാൻ എയർ ഹോസ്റ്റസ്മാർ വന്നു. അപ്പോൾ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് റെഡിയായി. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. വിത്തിൻ 1 hour നമ്മൾ നമ്മുടെ നാട്ടിലെത്തും കേട്ടോ, കോഴിക്കോട് എത്തും. അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ കാണാൻ കേട്ടോ. ചെറിയ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ മുകളിൽ പോകുന്തോറും ഇങ്ങനെ ചെറിയായിട്ട് പോകുന്ന പോലെ തോന്നും കേട്ടോ. അങ്ങനെ അതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അത്ര മുകളിലേക്ക് എത്തി. മീൻസ് ലൈറ്റ്സ് മാത്രം കാണുന്ന പോലെ. അങ്ങനെ കുറേ നേരം വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു കേട്ടോ. ബാക്കി ഫാമിലി മെമ്പേഴ്സ് ഒന്നിച്ചും ഞാൻ ഒറ്റയ്ക്ക് ബാക്കിലെ സീറ്റിലായിരുന്നു. അതൊരു വിൻഡോ സീറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല സൗകര്യമായി. നല്ല ലെഗ് സ്പേസുള്ള സീറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ ആയിട്ട് എയർ ഹോസ്റ്റസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാൻഡിങ് ചെയ്തു. ലാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. വെതർ കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ട് കുറച്ച് നേരം പിടിച്ചു. എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനമാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് വീൽ ചെയർ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാം ഫാസ്റ്റായിരുന്നു. പിന്നെ അച്ഛനും അമ്മേനെയും ഗാർഡ്സ് ലിഫ്റ്റ് വഴിയാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. ഇവിടെ ഞങ്ങളാണെങ്കിൽ എസ്കലേറ്റർ വഴിയും വന്നു. പിന്നെ നമ്മളെ ലഗേജസൊക്കെ വേഗം കളക്ട് ചെയ്തു കേട്ടോ. ടാക്സി ഞങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ എയർപോർട്ടിലേക്ക് ടൈമിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗത്തിൽ വീട്ടിലെത്തി. അപ്പോൾ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ക്ലാരിറ്റി ഡിഫറൻസ് ഉണ്ടാവും. നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എടുത്ത വീഡിയോ ആണ്, കാറിൻ്റെ ഉള്ളിലൊക്കെ വെച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ചൊക്കെ ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്.